നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റി. പ്രധാന വാർത്തകൾ. തരിശു കിടന്ന പുരയിടത്തിൽ കനകം വിളയിച്ച ഗൃഹനാഥൻ 35 വർഷമായി തരിശായി കിടന്ന തന്റെ വീടിന് ചുറ്റുമുള്ള 70 സെന്റോളം സ്ഥലത്താണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പത്തിൽച്ചിറയിൽ PA കുഞ്ഞുമോൻ കരനെൽ കൃഷി ചെയ്ത് 100 മേനി കൊയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രായത്തെ പഠിച്ചു തോൽപ്പിച്ചവർക്ക് സാക്ഷരതാ ദിനത്തിൽ ആദരം നൽകി. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളർകോട് പവിത്രം പെയിന്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പവിത്രോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും ഭക്ഷണത്തിലെ മായം ചേർക്കലും വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആശുപത്രി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തരിച്ചു കിടന്ന പുരയിടത്തിൽ കനകം വിളയിച്ച് ഗൃഹനാഥൻ 35 വർഷമായി തരിശായി കിടന്ന തന്റെ വീടിന് ചുറ്റുമുള്ള 70 സെന്റോളം സ്ഥലത്താണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പത്തിൽച്ചിറയിൽ PA കുഞ്ഞുമോൻ കരനെൽ കൃഷി ചെയ്ത് 100 മേനി കൊയ്തത്. തരിശുകിടന്ന പുരയിടത്തിൽ കനകം വിളയിച്ച ഗൃഹനാഥൻ 35 വർഷമായി തരിശുകിടന്ന വീടിന് ചുറ്റുമുള്ള 70 സെന്റോളം സ്ഥലത്താണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പത്തിൽച്ചിറയിൽ PA കുഞ്ഞുമോൻ കരനെൽ കൃഷി ചെയ്ത് കനകം കൊയ്തത്. പോച്ചയും പുല്ലും വളർന്ന പുരയിടം മാസങ്ങൾക്ക് മുൻപാണ് കൃഷിക്കായി ഒരുക്കിയത്. 3 മാസം മുൻപ് മണിരത്ന എന്ന ഇളം നെല്ലിൻ വിത്തായിരുന്നു ഇവിടെ വിതച്ചത്. കൃഷി ഓഫീസർ നീരജയുടെ ഉപദേശ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ പരിചരണം നൽകി. കർഷക കൂട്ടായ്മയായ ഫാർമ ക്ലബ് സെക്രട്ടറി ഷാജി ഗ്രാമദീപം, ആൻഡോ മാത്യു കളത്തിൽത്തറ എന്നിവരുടെ സഹായത്തോടെ ആകെയുള്ള ഒരേക്കറിലെ 70 സെന്റിൽ ഞാറ് വളർന്ന് കതിരിട്ടു. തുടർന്ന് 90 ദിവസം പിന്നിട്ട് വിളഞ്ഞ പാകമെത്തിയ നെല്ല് ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുത്തു. H. സലാം MLA കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഇറക്കാനും ഒരു പുതിയ കാർഷിക സംസ്കാരം ഇവിടെ പറഞ്ഞ പോലെ പുതിയ തലമുറയിലേക്ക് പകരാനും ഒക്കെ കഴിയുന്ന നിലയിലേക്കാണ് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ സാമൂഹ്യ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. കുഞ്ഞുമോൻ നേതൃത്വം കൊടുത്ത് കുട്ടികളാക്കിയതിൻ്റെ ഭാഗമാക്കി ചേർത്ത് വളരെ വിജയകരമായി 70 സെന്റ് സ്ഥലത്ത് കരകൃഷി ചെയ്തിരിക്കുകയാണ്. ആ കരനെല്ല് അതിൻ്റെ കൊയ്ത്തിപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കുഞ്ഞുമോൻ സംസാരിച്ചോ പറഞ്ഞ കാര്യം വളരെ വിജയകരമാണെന്നാണ്. അതിൻ്റെ ജലത്തിൻ്റെ കാര്യം ഉൾപ്പെടെ പ്രകൃതിപരമായി തന്നെ അഡീഷണലായിട്ട് കാര്യമായൊന്നും ചെയ്യാതെ തന്നെ മഴയെ തന്നെ ആശ്രയിച്ച് ആ കൃഷി പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കുഞ്ഞുമോൻ പറഞ്ഞൊരു അനുഭവം. നിശ്ചയമായി നമ്മുടെ എല്ലാം പ്രദേശത്ത് അവശേഷിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിൽ അധ്യക്ഷനായി. CA സലീം, ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ, കമാൽ M. മാക്കിയിൽ, R. റെജിമോൻ, P. ഉണ്ണികൃഷ്ണൻ, സീന, സുധ, സുദർശനൻ, ഷിഹാബ് പോളക്കുളം, കാവാല മാധവൻകുട്ടി എന്നിവർ കൊയ്ത്തു ചടങ്ങിൽ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടക്കയം ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായിട്ടുള്ള RSS നാഗ്പൂരിൽ നിന്നുള്ള ചർച്ചകളും സംസാരങ്ങളും ഇപ്പോൾ നിലവിലുണ്ടാവുന്നത് അവർക്ക് അമിത്ഷായിലോ യോഗിയിലോ അല്ല വിശ്വാസം, പിണറായിയിലാണ്. കാരണം RSSന്റെ അജണ്ടകൾ ഏറ്റവും കൃത്യമായി നടപ്പാക്കാൻ അവർക്ക് RSSന് വെളിയിലും സംവിധാനം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് കേരള മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ നിരവധിയായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പോലീസ് സംവിധാനമൊക്കെ വളരെ ആവശ്യമുള്ള ഒന്നാണ്. നയിച്ചു തിന്നണമെന്നാണ് ഞങ്ങൾക്ക് ചില പോലീസുകാരോട് പറയാനുള്ളതെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഈ രാജ്യം നിലനിർത്താൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഒരു പോലീസ് സംവിധാനം വളരെ അത്യാവശ്യമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി നമ്മൾ തീറ്റിപ്പോറ്റുന്ന ഒരു പോലീസ് സംവിധാനം എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ മാഫിയ ഗ്രൂപ്പായി മാറുന്നത്? SDPI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ റിയാസ് പൊന്നാട് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. SDPI ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം, ഫൈസൽ പഴയങ്ങാടി, ഇബ്രാഹിം മണ്ടാനം, അസ്ഹാബുൽ ഹക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ADGP MR അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും മാർച്ചിലും ധർണയിലും ആവശ്യപ്പെട്ടു. പ്രായത്തെ പഠിച്ചു തോൽപ്പിച്ചവർക്ക് സാക്ഷരതാ ദിനത്തിൽ ആദരം നൽകി. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് അമ്പലപ്പുഴ MLA S സലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പ്രായത്തെ പഠിച്ചു തോൽപ്പിച്ചവർക്ക് സാക്ഷരതാ ദിനത്തിൽ ആദരം നൽകി. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സാക്ഷരതാ മിഷൻ പഠിതാക്കളുടെ സംഗമത്തിലാണ് പ്രായത്തെ തോൽപ്പിച്ച് പഠിച്ചവർക്ക് ആദരവ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി കോഴ്സ് ഫീസ് അടച്ചു പഠിക്കുന്ന തുല്യതാ പഠിതാക്കളുടെ സംഗമവും സാക്ഷരതാ ദിനാഘോഷവും ആദരിക്കൽ ചടങ്ങും അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. അത് നേടാൻ വേണ്ടി ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയെന്നുള്ളത് വളരെ പ്രധാനമാണ്. നിശ്ചയമായും ഗവൺമെൻറ്റും അതുപോലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാപനങ്ങളും സാക്ഷരതാ മിഷനും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദരിക്കുന്നവർ തന്നെ കോഴിച്ചേട്ട പരമാവശം ആദരിച്ചത് എൻ്റെ മണ്ഡലത്തിൻ്റെ താമസക്കാരൻ കൂടിയാണ്. കോഴിച്ചേട്ടൻ്റെ കൊച്ചുമകൾ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ കൊച്ചുമകൾ 1ാം ക്ലാസ്സിലാണ്. കോഴിച്ചേട്ടൻ ഹയർ സെക്കൻഡറിയാണ്. ഇവിടെ ദമ്പതികൾ രമേശനും ലതയും ഇവിടെ ആദ്യം സന്നിഹിതമാണ്. ഡിഗ്രി നേടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നടക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട തങ്കമ്മ ചേച്ചി ആദ്യമുണ്ട്. ഇത് സംസ്ഥാനത്തെ തന്നെ മുതിർന്ന ഹയർ സെക്കൻഡറി പഠിതാവ് ഗോപിദാസ്, സാക്ഷരതാ മിഷൻ ഹയർ സെക്കൻഡറി പഠിതാക്കളായി വിജയിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA സോഷ്യോളജിക്ക് പഠിക്കുന്ന ദമ്പതികളായ രമേശൻ, ലത രമേശൻ, മുതിർന്ന വനിതാ ഹയർ സെക്കൻഡറി പഠിതാവ് തങ്കമ്മ എന്നിവരെയാണ് H സലാം പൊന്നാടയണിയിച്ച് ആദരിച്ചത്. ജെൻഡർ പാർക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഗമത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ് സാക്ഷരതാ ദിന സന്ദേശം നൽകി. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ CK ഷിബു, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ S ലേഖ, ഹയർ സെക്കൻഡറി പഠിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ കളർകോട് പവിത്രം പെയിന്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പവിത്രോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കളർകോട് പവിത്രം പെയിന്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പവിത്രോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നാടൻപാട്ട് ഗവേഷകനും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലയുമായി ബന്ധപ്പെട്ടെടുത്താണ് ഞാൻ എൻ്റെ പാട്ടും കാര്യങ്ങളും കഥകളും എനിക്കറിയാവുന്ന അനുഭവങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു പോകാറുള്ളത്. അപ്പൊ അവിടെ നിന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന വയോജനങ്ങളോടൊപ്പമാണ്, വൃദ്ധജനങ്ങളോടൊപ്പമാണ് എൻ്റെ പാട്ട് ഞാൻ പങ്കുവെക്കാറുള്ളത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതലായി പോകാറുള്ളത് ഭിന്നശേഷിക്കാരോടാണ്. 45 വയസ്സായ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൗസ് ബോട്ടിൽ പോയപ്പോൾ ആ അമ്മ ഇങ്ങനെ കായലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചത്, ആലപ്പുഴയിലാണ് എന്നെ കെട്ടിക്കൊണ്ട് വന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ പുന്നമട കായൽ കാണുന്നത്. മകൾ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ഒരു കല്യാണത്തിന് പോകാനാവാതെ, ഒരു മരണ വീട്ടിൽ പോകാനാവാതെ, ഈ കുഞ്ഞിനെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാനാവാതെ അകത്ത് ജീവപര്യന്തത്തിനേക്കാൾ കഠിനമായ അവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. പവിത്രം പെയിന്റ്സ് പ്രൊപ്പറേറ്റർ ശ്യാംകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഏറെ വർഷങ്ങളായി പെയിന്റിംഗ് മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുതിർന്ന അംഗങ്ങളായ സണ്ണിച്ചൻ ചമ്പക്കുളം, ശങ്കരൻകുട്ടി കളർകോട്, പുഷ്കരൻ സനാതനപുരം എന്നിവരെ പുന്നപ്ര ജ്യോതികുമാർ പൊന്നാടയിട്ടും മെമന്റോ നൽകിയും ആദരിച്ചു.
ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസക്കാലത്തെ മികച്ച പ്രവർത്തന നേട്ടം കൈവരിച്ച പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പ്രത്യേക ഉപഹാരങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും ഭക്ഷണത്തിൽ മായം ചേർക്കലും വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആശുപത്രി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും ഭക്ഷണത്തിലെ മായം ചേർക്കലും വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആശുപത്രി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കാന്താരി കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നു പറയും. എന്ന് വെച്ചാൽ കാന്താരിയുടെ പ്രൊഡക്റ്റ് മുഴുവനായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനെ ഫുള്ളി വേറെ കുറെ രോഗങ്ങളും ഇതിൽ നിന്ന് മാറും എന്ന് പറഞ്ഞെടുത്ത് ആ കമ്പനിക്കെതിരെ നമുക്ക് നിയമ നടപടികൾ എടുക്കേണ്ട ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റിനെതിരെ. അതേപോലെ അങ്ങനത്തെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെതിരെ നമുക്ക് നടപടി എടുക്കാൻ പറ്റും. ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുന്നവർ, അതായത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കോമൺ മാന് മനസ്സിലാവത്തില്ല. കാരണം നമുക്ക് മനസ്സിലാവും ലേബർ വാല്യുവേഷൻ പറയുന്ന സാധനത്തിന്റെ പേര് നമുക്ക് കൃത്യമായിട്ട് കാണണം, നമുക്ക് ലെജിബിൾ ആയിരിക്കണം. അതാണ് നമ്മുടെ ലേബറിലെ ഏറ്റവും വലിയ കാര്യം. ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് അത് വായിക്കാൻ പറ്റണം. ഇന്റർസെക്ടറൽ മീറ്റിംഗിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ അമ്പലപ്പുഴ യൂണിറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ മീര ക്ലാസ് നയിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ വേണുഗോപാൽ, RMO ഡോക്ടർ M ആശ, ARMO ഡോക്ടർ CP പ്രിയദർശനൻ, നഴ്സിംഗ് സൂപ്രണ്ട് ദീപ റാണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി എല്ലാവർക്കും വേണം പോഷണം എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് നടന്നു. ഡയറ്റീഷ്യന്മാരായ ജോഷ്മ, സ്മിത എന്നിവർ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തരിശു കിടന്ന പുരയിടത്തിൽ കനകം വിളയിച്ച ഗൃഹനാഥൻ 35 വർഷമായി തരിശായി കിടന്ന തന്റെ വീടിന് ചുറ്റുമുള്ള 70 സെന്റോളം സ്ഥലത്താണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പത്തിൽച്ചിറയിൽ PA കുഞ്ഞുമോൻ കരനെൽ കൃഷി ചെയ്ത് 100 മേനി കൊയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രായത്തെ പഠിച്ചു തോൽപ്പിച്ചവർക്ക് സാക്ഷരതാ ദിനത്തിൽ ആദരം നൽകി. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളർകോട് പവിത്രം പെയിന്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പവിത്രോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും ഭക്ഷണത്തിലെ മായം ചേർക്കലും വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആശുപത്രി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.